ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ രാധാകൃഷ്ണ മേനോൻ ഇന്നിപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ഓഫീസർ, ഇത് ചട്ടലംഘനമാകും. ശബരിമലയോ അയ്യപ്പനോ തെരഞ്ഞെടുപ്പിലൊരു പ്രധാന വിഷയമാക്കി ആരെങ്കിലും ഉയർത്തുന്നുണ്ടെങ്കിൽ, പ്രധാനമെന്നല്ല വിഷയമാക്കി ഏതെങ്കിലും നിലയ്ക്ക് ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്, അത് കർശനമായി തടയുമെന്ന് നിങ്ങളുടെ പ്രതിനിധികളെ അത് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ സുപ്രധാനമായ ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കുക വരെ ചെയ്തു. അത് ബോധ്യപ്പെട്ട നിങ്ങൾ ശബരിമല തെരഞ്ഞെടുപ്പിലൊരു വിഷയമായി ഉപയോഗിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തോ? അല്ലേ, അയോധ്യ ഭാരതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കും എന്നുള്ളത് പ്രകടന പത്രികയുടെ ഭാഗമായി തീരുമാനമെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനത. ഇപ്പോൾ ഈ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ വെടിക്കെട്ടുകാരനെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കരുത്, അതാണ് അതേക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാൻ. അപ്പോൾ ഇവിടെ ശബരിമല ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ആരും പോകുന്നില്ല. പക്ഷെ ശബരിമലയിൽ അവിടെ ഈ സർക്കാർ, സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ലല്ലോ. ഇനി അദ്ദേഹം ഈ കാര്യത്തിലെ ഒരു പരമാധികാരിയാണ് എന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. എന്തായാലും നിയമത്തെ അംഗീകരിക്കുന്ന ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഫലപ്രദമായി ചർച്ച ചെയ്യുവാനുള്ള ശേഷി ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്, പ്രവർത്തകർക്കുണ്ട്, നേതൃത്വത്തിനുണ്ട്. ഓക്കെ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇപ്പോൾ താങ്കൾ ആദ്യം തന്നെ ഉപയോഗിച്ച വാക്ക്, നിങ്ങൾ അയോധ്യ ഇതിനു മുൻപ് വിഷയമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ട എന്നാണ്. ഈ ഉടുക്കുകൊട്ടൽ എന്ന നിലയ്ക്ക് നിങ്ങൾ കാണുന്നത് എന്തിനെയാണ്? കോഡ് ഓഫ് കോണ്ടക്റ്റിനെയാണോ? അത് ഈ ടിക്കാറാം മീണ പരമാധികാരി അല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹം അല്ലല്ലോ ഉത്തരവിടുന്നത്, വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗവുമല്ല അദ്ദേഹം. നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ടം എന്താണോ, കാലാകാലങ്ങളായി ഈ നാട്ടിലുള്ള പെരുമാറ്റച്ചട്ടം എന്താണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസി സമൂഹത്തെ മറ്റൊരു സംഘം തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന നിലയ്ക്ക് വലിയ കമ്മ്യൂണൽ പ്രശ്നമുണ്ടാക്കാൻ ഉതകും വിധത്തിലുള്ള പ്രചാരണം പാടില്ല എന്ന് ഈ രാജ്യത്തെ നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്. അതല്ലെങ്കിൽ അത് വായിച്ചു കേൾപ്പിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ടിക്കാറാം മീണയെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ഉടുക്കുകെട്ടി പേടിപ്പിക്കേണ്ട എന്ന നിലയ്ക്ക് രാജ്യത്തെ നിയമവ്യവസ്ഥയെ ചെറുതായി കാണുക എന്നത് എങ്ങനെയാണ് ഒത്തുപോകുന്ന കാര്യം? നിങ്ങൾ നിയമത്തെ ബഹുമാനിക്കുന്നവരാണെന്ന് കൂടെ ചേർത്ത് പറയുകയും ചെയ്യുന്നു. അല്ല, ശബരിമലയുടെ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി തന്നെ ഇതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ ക്ഷണിച്ചു വരുത്തിയ വിധിയല്ലേ. ആ വിധി ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഇടതുപക്ഷ സർക്കാർ എടുത്ത, ആ ഇടതുപക്ഷ സർക്കാർ ദേവസ്വം ബോർഡിനെ കൊണ്ട് എടുപ്പിച്ച നാണം കെട്ട തീരുമാനങ്ങൾ ഈ നാട്ടിലെ വിശ്വാസികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതേ സർക്കാർ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ്, കോടതി പോലെ തന്നെ, അവർക്ക് ഈ സുപ്രീം കോടതിയെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വിധി പറയാൻ വേണ്ടി പോകുന്ന സുപ്രീം കോടതിയെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് വഴിതിരിച്ചു വിടാൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ തന്നെയുള്ള ഒരു പരിശ്രമം ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിക്കുന്നതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിനുണ്ട്. എനിക്കത് മനസ്സിലാവുന്നതേ ഇല്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരുപാട് തർക്കിച്ചതാണ്. ഒന്നാമത്തെ വിഷയം, സംസ്ഥാന സർക്കാരാണ് ഈ വിധി കൊണ്ടുവരുന്നതിന് മുൻപിൽ പ്രവർത്തിച്ചത്, പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിൽ കുറേ തർക്കം കഴിഞ്ഞാണ്. ഇനി അതിലേക്കില്ല. ഈ ടിക്കാറാം മീണ വായിച്ച് കേൾപ്പിക്കുന്നത് കോഡ് ഓഫ് കോണ്ടക്ട് ആണ്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടത്, അത് വായിച്ച് കേൾപ്പിക്കുകയാണ് അദ്ദേഹം. അത് പിണറായി വിജയൻ ഉണ്ടാക്കിയതാണോ ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ കോഡ് ഓഫ് കോണ്ടക്ട്? അത് വായിച്ച് കേൾപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കോഡ് ഓഫ് കോണ്ടക്റ്റിനെ കുറിച്ച്, ശബരിമലയെ കുറിച്ചിട്ട് ബന്ധപ്പെട്ട് ഒരു സൂചന എങ്ങനെ വന്നു? അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. തീർച്ചയായിട്ടും അത് മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. നമുക്കറിയാമല്ലോ മതത്തെ ഏതെല്ലാം വിധത്തിൽ വികലമായി ഉപയോഗിച്ചവരൊക്കെ തന്നെയും മറുപടി പറയുന്ന തരത്തിലേക്ക് മതത്തെ വികലമായി ഉപയോഗിച്ച കേസിൽ കോടതി കണ്ടെത്തിയതിന് ഇപ്പോൾ അയോഗ്യതാ പ്രശ്നം നേരിടുകയാണല്ലോ KM ഷാജി അടക്കമുള്ള ആളുകൾ. അപ്പോൾ അത് സീരിയസ് ആയ വിഷയമാണ്, നിയമമാണ്. ആ നിയമം ഒരിക്കൽ കൂടി വായിച്ചു കേൾപ്പിച്ചു. അതുപോലും മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഇടതുപക്ഷത്തിന്റെ റോൾ എന്താണ്?
അതിപ്പോഴല്ലേ. നേരത്തെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വളരെ ആസൂത്രിതമായി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിന് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഈ നാട്ടിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപങ്ങളുണ്ടായി, ബന്ധുണ്ടായി, ഹർത്താലുണ്ടായി, പ്രശ്നമുണ്ടായി, തുടർന്ന് പ്രശ്നമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും സംസ്ഥാന പോലീസിൻ്റെ അല്ലെങ്കിൽ പല തരത്തിലുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലമാണ് തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ടിക്കാറാം മീണ ഒരു സുപ്രഭാതത്തിൽ വന്ന് അദ്ദേഹത്തിന് സ്വപ്നലോകത്തുനിന്നുണ്ടായ വെളിപാടൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അതിന് ലഭിച്ച ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്നാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് സംസ്ഥാന സർക്കാരിന്റെ ആസൂത്രിതമായ നീക്കമാണ്. അങ്ങനെ ഒരു കലാപവും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി തെരഞ്ഞെടുപ്പിൽ മതം ഉപയോഗിച്ചാൽ പണി പോകുമെന്നത് നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യമാണല്ലോ രാധാകൃഷ്ണ മേനോൻ. അങ്ങനെ പദവി നഷ്ടപ്പെട്ടവർ എത്രയോ പേരുണ്ട് എന്നത് താങ്കൾക്ക് അറിയാവുന്ന കാര്യവുമാണ്. അതിലിപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിലും പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട മര്യാദ പാലിച്ചിട്ടില്ല എങ്കിൽ പദവി അയോഗ്യമാക്കപ്പെടും. അത്തരം ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് വിടാം. ഇപ്പോൾ ഞാനൊരു കാര്യം കൂടി വ്യക്തതയ്ക്ക് ചോദിക്കട്ടെ, എന്നിട്ട് അടുത്ത അതിഥികളിലേക്ക് പോകണം. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശബരിമലയെ, വിശ്വാസികളെ ഇതിനായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെയല്ല, വിശ്വാസികളെ വഞ്ചിച്ചു, ഹിന്ദുക്കൾക്ക് മുറിവേറ്റു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി പറയും എന്നതാണോ നിങ്ങളുടെ തീരുമാനം? അതാണോ ലൈൻ? വിശ്വാസികളെ ഈ സർക്കാർ വിശ്വാസികളോട് സ്വീകരിച്ചിട്ടുള്ള ആ തെറ്റായ സമീപനം, അവിശ്വാസികളെ ക്യൂ നിർത്തി ശബരിമലയിൽ കയറ്റിയ രഹന ഫാത്തിമയ്ക്കെതിരെ പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ്യിച്ച വ്യക്തിയാണ് ഞാൻ. നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്തത്. സുപ്രീം കോടതിയിൽ ശബരിമലയുടെ വിഷയത്തിൽ ഹർജി കൊടുത്ത വ്യക്തിയാണ്, റിവ്യൂ കൊടുത്തയാളാണ് ഞാൻ. എനിക്ക് കൃത്യമായിട്ടറിയാം നിയമം എങ്ങനെ പാലിക്കണം. BJPക്ക് കൃത്യമായിട്ടറിയാം നിയമം എങ്ങനെ പാലിക്കണം. നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്യുവാൻ ഇവിടെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട. അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യം ജ്യോതികുമാർ ചാമക്കാല ഇന്നിപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധികളും പങ്കെടുത്തുവല്ലോ ഈ ചർച്ചയിൽ. നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്? ശബരിമല ഒരു വിഷയമാക്കി ഉന്നയിക്കാനേ പാടില്ല എന്നതാണോ മനസ്സിലാക്കിയിട്ടുള്ളത്? രാഷ്ട്രീയവും നയപരവുമായ നിങ്ങളുടെ തീരുമാനം എന്താണ്? ശബരിമല തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നുണ്ടോ? ഈ സന്ദേശം സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്നൊരു കമൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഒരുപാട് ഹാസ്യാത്മകമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയവും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുള്ളത്. ആ കൺഫ്യൂഷൻ ഇന്ന് അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഹാൻഡ് ബുക്കിലുള്ളതുപോലെ, കാൻഡിഡേറ്റ്സ് ഹാൻഡ് ബുക്കിലുള്ളതുപോലെ, ഇലക്ഷൻ മാനുവലിൽ ഉള്ളതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ആവർത്തിച്ചതെന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ഇതിനകത്ത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുകയാണ്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ പടമോ അയ്യപ്പൻ്റെ പടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ ഏതെങ്കിലുമോ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പാടില്ല എന്ന നിലവിലുള്ള നിയമം വീണ്ടും അദ്ദേഹം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള സുപ്രീം കോടതി വിധി മുതൽ ആ സുപ്രീം കോടതി വിധിയിലേക്ക് നയിച്ച കാരണങ്ങൾ ഉൾപ്പെടെ സുപ്രീം കോടതി വിധിക്ക് ശേഷമുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, അതിനകത്ത് സർക്കാർ കാണിച്ചിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന നടപടിക്രമങ്ങൾ, LDFൻ്റെയും UDFൻ്റെയും കഴിഞ്ഞ് BJPയുടെ ഭാഗത്തുനിന്നും സംഘപരിവാർ ശക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുള്ള ഒരു തർക്കവുമില്ല. പക്ഷേ നിലവിലുള്ള നിയമം അനുസരിച്ച് ആ നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടും. അതിനകത്തൊരു സംശയവുമില്ല. അതിന് അധികാരമുണ്ട്, അതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട്. അത് പൊതുസമൂഹത്തിൽ ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാൻ പാടില്ല എന്നാണ്. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാൻ പാടില്ലെന്ന് ആരാ പറയുന്നത്? സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കേണ്ടി വന്നാൽ, പക്ഷേ ജഡ്ജിമാരെ വിമർശിക്കാൻ പാടില്ല, സമ്മതിക്കുന്നു. ആ ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പുനഃപരിശോധനാ ഹർജിയും അല്ലെങ്കിൽ റിട്ട് ഹർജിയും ഒക്കെ പരിഗണിച്ചിരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടാവുമല്ലോ, അതിൻ്റെ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുള്ള ഒരു തർക്കമില്ല. പരിപൂർണമായും ആ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് താങ്കൾ വ്യക്തമാക്കുന്നത്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ഇതിൻ്റെ ഒരു പരിധി എന്താണ്? ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമല ഓർഡിനൻസ് കൊണ്ടുവരും എന്നൊരു വാഗ്ദാനം നൽകാൻ, അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടോ എന്നറിയില്ല, ഒരു വാഗ്ദാനം നൽകുന്നതിന് ഈ കോഡ് ഓഫ് കോണ്ടക്ട് ഒരു തടസ്സമാണോ? അല്ലെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് അത് പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ, അതിനകത്ത് സർക്കാർ സ്വീകരിച്ച സമീപനം, ഇതടക്കമുള്ളവ
ഒരു പ്രചാരണ വിഷയമാക്കുന്നതിന് ഈ കോഡ് ഓഫ് കോണ്ടക്ട് തടസ്സമാകുന്നുണ്ടോ? ആ കാര്യത്തിൽ താങ്കൾക്കുള്ള ഒരു വ്യക്തത എന്താണ്? ഇതിൽ നമ്മൾ രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യം വരണമെന്ന് പറഞ്ഞാൽ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പാർട്ട് 7 സെക്ഷൻ 123 എല്ലാം വരുന്നത്. അപ്പോൾ ആ 123 മതപരമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന്റെ കുറ്റകൃത്യമായിട്ട് മാറുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം ഒഫൻസ് ആരോപിക്കപ്പെടുന്നത് അത് ആ കാൻഡിഡേറ്റിനോ അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിന്റെ ഏജന്റിനോ മാത്രമാണ്. അവർക്കെതിരെ മാത്രമാണ് ഇലക്ഷൻ കുറ്റകൃത്യം നിലനിൽക്കുകയുള്ളൂ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരിക്കലും ഒരു ഇലക്ഷൻ കുറ്റകൃത്യം നിലനിൽക്കില്ല ഇപ്പോഴത്തെ ഈ നിയമം അനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മാനിഫെസ്റ്റോ ഉൾപ്പെടെയുള്ള പോളിസി നിർദ്ദേശങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള നിയമത്തിന്റെ ബാക്കിംഗ് ഒന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ ബാധ്യത, അതായത് ഭരണഘടനയുടെ 324 അനുച്ഛേദം അനുസരിച്ചുള്ള അവരുടെ ബാധ്യതയുണ്ട് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് നടത്താൻ. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നടപടിക്കൊന്നും പോകാൻ പറ്റുകയില്ലെങ്കിൽ പോലും ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ അധികാര പരിധി വെച്ചിട്ട് അവർക്ക് നടപടികൾ എടുക്കാവുന്നതാണ്. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യം വരുന്നത് ഈ സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഏജന്റിനോ മാത്രമായതിനാലാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിസികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇനി ശബരിമലയുടെ കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഈ ടിക്കാറാം മീണ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഈ ഉത്തരവൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഈ പത്രത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ അദ്ദേഹം പറയേണ്ടാത്ത കാര്യങ്ങളാണ്. പറഞ്ഞില്ലെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമായി മാറേണ്ട കാര്യമാണ്. അദ്ദേഹം ഇത് പറയുന്നത് കൊണ്ട് ഈ ശബരിമല എന്ന് പറയുന്ന ആ ഒരു വിഷയം പിന്നെയും ലൈവായി ആക്റ്റീവായി മാറുകയാണ്. ഇപ്പൊ അദ്ദേഹം അത് പറഞ്ഞില്ല എന്ന് വിചാരിക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പോയിട്ട് ശബരിമലയുടെ പേരിൽ ഹിന്ദുക്കളുടെ വോട്ട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അത് തെരഞ്ഞെടുപ്പ് ഒഫൻസായി മാറി, തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമായിട്ട് മാറി. സപ്പോസ് ആ സ്ഥാനാർത്ഥി ഇലക്ഷൻ വിജയിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ അസ്ഥിരപ്പെടുത്തുക തന്നെ ചെയ്യാം. കാരണം മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുക, അതിൽ മതത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്ന ഒരു അമ്പലത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുക എന്നൊക്കെ പറയുന്നത് നേരിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു കുറ്റകൃത്യമായി മാറുകയാണ്. അതുകൊണ്ട് ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്ന ഇതിനകത്തേക്ക് ശബരിമല അത് കൊണ്ടുവന്നതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബരിമല എന്ന് പറയുന്ന ആ ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യുവതി പ്രവേശനമാണല്ലോ അവിടുത്തെ ആ ഡിസ്പ്യൂട്ട് ആയിരുന്നത്. ആ യുവതി പ്രവേശനം എന്ന് പറയുന്ന ഡിസ്പ്യൂട്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇപ്പോ സെറ്റിൽ ആക്കിയിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് അതിന്റെ തീർന്നത്. സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ 141, 144 വകുപ്പുകൾ പ്രകാരം അത് നിയമമായി മാറി. അത് ഇന്ത്യയിലെ ഒരു നിയമം തന്നെയാണ് ഇപ്പൊ അത്. അപ്പൊ ആ നിയമം ലംഘിക്കാതിരിക്കാനുള്ള ഒരു ഉപാധിയായിട്ടായിരിക്കാം ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇപ്പോ ടിക്കാറാം മീണ അത് കൊണ്ടുവന്നത്. മാത്രമല്ല, രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ തന്നെ അതൊരു തെരഞ്ഞെടുപ്പ് ഒഫൻസായി മാറാം. കാരണം മതപരമായിട്ടുള്ള വോട്ട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇതായിരുന്നു, എനി റിലീജിയസ് പ്രൊപ്പഗാൻഡ ഇൻക്ലൂഡിംഗ് ശബരിമല ടെമ്പിൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ എനി റിലീജിയസ് പ്രൊപ്പഗാൻഡ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശബരിമല ടെമ്പിളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു എന്നും ഉള്ളത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, വിശ്വാസത്തെ നേരിട്ടെടുത്ത് വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുകയല്ല, എന്നാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വേഗം കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അതിനെ എന്നാൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്ന സാധ്യതയുണ്ടോ? മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത് എന്നൊക്കെയാണ് BJPയുടെ ചില പ്രോ BJP പേജുകളൊക്കെ ഫേസ്ബുക്കിൽ മറ്റും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. ഇത്തരം തന്ത്രങ്ങളുണ്ടോ ഈ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാൻ നിയമവിരുദ്ധത ഇല്ലാതെ? ഇല്ല, ഇത് ശബരിമലയുടെ വിഷയം ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ അത് മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാര്യം. അല്ലാതെ ശബരിമലയുടെ വിഷയം എന്ന് പറയുന്നത് പിന്നെ അത് ഡൈസെക്ട് ചെയ്തിട്ട് പറയണം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയുടെ വിധി ഇംപ്ലിമെന്റ് ചെയ്ത രീതി തെറ്റായി പോയി എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ആർഗ്യുമെന്റ് പറയാം. പക്ഷെ ഒരു ഫെഡറൽ സർക്കാരിനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാനും പറ്റുകയില്ല. സുപ്രീം കോടതി വിധിയാണ് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാനും പറ്റുകയില്ല. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്ത രീതി തെറ്റായി പോയി എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്, ഒരു പ്രചരണ രീതിയാണ് അവിടെ എടുക്കുക എന്നുണ്ടെങ്കിൽ അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ശബരിമല നമുക്കറിയാം ആത്യന്തികമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് അത് മതത്തെ സൂചിപ്പിക്കാനും അതൊരു മത സിമ്പിളായി അങ്ങനെ ബോധ്യപ്പെടുന്ന നിലയിലേക്ക് അവതരിപ്പിച്ചാൽ ഏത് വഴിയിലൂടെ അവതരിപ്പിച്ചാലും അത് പിടിക്കപ്പെടുമെന്നാണ് താങ്കൾ ആ കാര്യത്തിൽ അഭിപ്രായപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. റഹീം, ഇപ്പൊ തുടക്കത്തിൽ ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞത്
അയോധ്യ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തുന്നവരാണ് ഞങ്ങൾ, അത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയവരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളെ ഈ വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ടതില്ല എന്നാണ്. അതായത് ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി തീവ്ര സ്വഭാവത്തിൽ. അത് പിടിക്കപ്പെടുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനു മുൻപ് നമുക്കിപ്പോൾ KM ഷാജിയുടെയൊക്കെ ഉദാഹരണം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് വലിയ സങ്കീർണതകളിലേക്കാണോ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇപ്പോൾ പോകാൻ പോകുന്നത്? കാരണം അവർ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടായാൽ അത് സെലക്ഷൻ കമ്മീഷൻ്റെ ആപ്പിൽ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം അടക്കമുണ്ട് സാധാരണക്കാർക്ക്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ പോവുകയാണോ ഇവിടെ? 2017 അബ്രാം സിംഗ് കേസുണ്ട്. സുപ്രീം കോടതിയുടെ വളരെ ഏറ്റവും പ്രസിദ്ധമായ വെർഡിക്റ്റുകളിലൊന്നാണ് ഇത് സംബന്ധിച്ച്. ശ്രീ ടിക്കാറാം മീണ എന്തുകൊണ്ടാണ് ഇപ്പോഴത് അടിവരയിട്ട് പറഞ്ഞത് എന്നത് എനിക്ക് തോന്നുന്നു ആ വിധിയുടെ കൂടി ആ റൂളിങ്ങിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ കേരളത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടല്ലോ, ഇപ്പോൾ അത് എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ആ കേസിൻ്റെ പശ്ചാത്തലമെടുത്താൽ ഹിന്ദു മതം പറഞ്ഞ് വോട്ട് ചോദിച്ച് വിജയിച്ച മഹാരാഷ്ട്ര അസംബ്ലിയിലെ അഭിരാം സിംഗിനെ അസാധുവാക്കിയ കേസാണ്. ഇവിടെ KM ഷാജിക്ക് സമാനമായി അവിടെ ഹിന്ദു മതം പ്രയോഗിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കേസിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ റൂളിംഗ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് നമ്മുടെ മുൻപിലുണ്ട്. ഇവിടെ ഇതൊരു തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണ് എന്നുള്ളത് അത്യാവശ്യം ധാരണയുള്ള ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യവുമാണ്. എന്തിനാണ് ആ കുറ്റകൃത്യത്തിൻ്റെ പാത ഇവർ സ്വീകരിക്കുന്നത്? ഇവരുടെ കയ്യിൽ മറ്റായുധങ്ങളില്ലാഞ്ഞിട്ടാണ്. ഇപ്പോൾ കോൺഗ്രസും BJP ഇന്നലെ ശ്രീ K സുധാകരനും K സുരേന്ദ്രനും ഒരേ ശബ്ദത്തിലാണ് സംസാരിച്ചത്. ഒരേ ശബ്ദത്തിലായിരുന്നു അവർ ഇരുവരും പറഞ്ഞത്. എന്താണ് ഇവരെ വല്ലാതെ വിരൽ പിടിപ്പിക്കുന്നത്? ഞാൻ ശ്രീ രാധാകൃഷ്ണൻ എന്നോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ നൂറ്റാണ്ടിൽ 5 വർഷം നിങ്ങൾ ഭരണമുണ്ടായിരുന്നു, അത് കഴിഞ്ഞാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ നൂറ്റാണ്ടിലെ എന്നല്ല, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിഷ്കാരം എന്ന് പറയാൻ കഴിയുന്ന പരിഷ്കാരമായിരുന്നല്ലോ നോട്ട് നിരോധനം. നിങ്ങൾ ആ പരിഷ്കാരത്തെക്കുറിച്ച് പറയൂ സാർ, നിങ്ങൾ അതിൽ ബിംബ് പറയൂ, നിങ്ങൾ അതിൻ്റെ മെരിറ്റിനെ കുറിച്ച് പറയൂ. എന്താണ് നോട്ട് നിരോധനം? എന്താ നിങ്ങൾ നോട്ട് നിരോധനം വിട്ട് ശബരിമല വരുന്നു? നിങ്ങളുടെ വലിയ പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു GST, നിങ്ങൾ അതിനെക്കുറിച്ച് പറയൂ. നിങ്ങളത് പറയുന്നില്ലല്ലോ. നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, നിങ്ങളുടെ മേക്ക് ഇൻ ഇന്ത്യ ഒരുപാട് ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ, ഡിജിറ്റൽ ഇന്ത്യ, നിങ്ങൾ അതിനെക്കുറിച്ച് പറയൂ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ 5 വർഷത്തെ നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് നല്ല നാണമുണ്ട്, നല്ല ലജ്ജയുണ്ട്. ആ ഉളുപ്പുള്ളത് കൊണ്ട് അത് പറയാനാകുന്നില്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് സുവർണാവസരമാണ്, ഈ സുവർണാവസരം ഞങ്ങൾ വിനിയോഗിക്കും എന്ന ധിക്കാരവും അഹങ്കാരവുമാണ് അങ്ങയും ഇപ്പോൾ ഈ ചർച്ചയിൽ ആവർത്തിച്ചത്. ഇത് അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്. ഇന്ന് ടിക്കാറാം മീണ എന്ന ചീഫ് ഇലക്ടറൽ ഓഫീസറോട് എത്ര അപമര്യാദയാണ്, എത്ര അഹങ്കാരഭാവത്തോടു കൂടിയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പെരുമാറിയത്. അദ്ദേഹം മുതിർന്നൊരു അഭിഭാഷകനല്ലേ? അദ്ദേഹത്തിന് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ആളല്ലേ അദ്ദേഹം? അദ്ദേഹത്തിന് ഒരു മിനിമം ധാരണ വേണ്ടേ? അപ്പോൾ അത്രയേറെ അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി ശ്രീ PS ശ്രീധരൻപിള്ളയും അതോടൊപ്പം BJPയും മാറി. ഒറ്റ കാര്യം മാത്രമേ ശ്രീ രാധാകൃഷ്ണ മേനോനോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. RSSൻ്റെ സംഘടനാ സെക്രട്ടറിമാർ ശ്രീധരൻപിള്ളയെ ഭരിക്കുന്നത് പോലെ ശ്രീ ശ്രീധരൻപിള്ള ടിക്കാറാം മീണയെ ഭരിക്കാൻ വരരുത്, ഒരു ഭരണഘടനാ സ്ഥാപനത്തെയും ഭരിക്കാൻ വരരുത്. RSS BJP നേതൃത്വത്തെ ഭരിക്കുന്നത് പോലെ, BJP നേതാക്കൾ RSSൻ്റെ കീഴിൽ അടിമകളായി ഓച്ചാനിച്ച് നിൽക്കുന്നത് പോലെ ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളും അതിൻ്റെ ഉദ്യോഗസ്ഥരും നിങ്ങളുടെ കീഴ്ക്കൽ വന്ന് ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കും. നിങ്ങളുടെ ശീലം RSSൻ്റെ മുമ്പിൽ കാണിക്കുന്നത് പോലെ ഇവരൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുമെന്ന് കരുതരുത്. നിങ്ങൾ രാഷ്ട്രീയം പറയൂ. 1000 ദിവസം മുന്നോട്ട് വെക്കാനുണ്ട്. അതായത് ഈ രാജ്യത്ത് കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു നിയമം തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാണിക്കുമ്പോൾ മതപരമായ കാര്യങ്ങൾ വോട്ടെടുപ്പിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ ഇത്ര വലിയ അങ്കലാപ്പിലേക്ക് പോകുന്നത്? എമ്പാടും വിഷയങ്ങൾ വേറെ ഉണ്ടായിട്ടുമെന്നാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി അദ്ദേഹം വയ്ക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം, ഒരു ചെറിയ ഇടവേള, വേഗം വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ രാധാകൃഷ്ണൻ, നേരത്തെ റഹീം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ ഇപ്പം നിങ്ങൾ എന്തായാലും ഈ വിഷയം ഉന്നയിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്, താങ്കൾ പറഞ്ഞതിൽ നടക്കം മനസ്സിലാക്കുന്നതാണ്. ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു, തിരുവനന്തപുരത്ത് വീട് കയറി പ്രചാരണം നടത്തുന്നതിനിടയിൽ ആചാര സംരക്ഷണം പ്രധാനപ്പെട്ട വിഷയമാണ്, അത് സർക്കാർ എതിരായിരുന്നു എന്നൊക്കെ പറയുകയും ആളുകളുടെ മറുപടിയും ഒക്കെ കേട്ടു. അപ്പോൾ ഇത് പബ്ലിക്കായി പ്രസംഗിച്ചില്ല എങ്കിലും വീടുകളിൽ പോകുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാൻ തന്നെ ആയിരിക്കണം ഉദ്ദേശവും. പക്ഷെ അതിപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ പകർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാട്ടിയാൽ നടപടിയിലേക്ക് പോകാൻ കഴിയും വിധത്തിലുള്ള നിയമസാധുതയും ഉണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ ഒരു വലിയ റിസ്ക് എടുക്കുകയാണോ ശ്രീ രാധാകൃഷ്ണ മേനോൻ? അതായത് ഇനിയിപ്പോൾ നിങ്ങളുടെ വിജയസാധ്യതയെക്കുറിച്ചല്ല, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും വിധത്തിൽ പ്രശ്നമുണ്ടാകുന്ന റിസ്ക് നിങ്ങൾ എന്തിനെടുക്കുന്നു? ഇവിടെ റഹീം ഇവിടെ ചോദിച്ചു ഞങ്ങൾ എന്തൊക്കെ വിഷയം ഉന്നയിക്കും എന്നൊരു ചോദ്യമുണ്ട്.
ഞങ്ങൾ വേറൊരു വിഷയത്തിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടിയല്ല ശബരിമല ചർച്ച ചെയ്യപ്പെടുന്നത്. റഹീമ ഒരു ഉത്കണ്ഠയും പ്രകടിപ്പിക്കേണ്ട. നോട്ട് നിരോധനത്തിൻ്റെ നേട്ടങ്ങൾ, GSTയുടെ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക സംഭരണത്തിൻ്റെ നേട്ടങ്ങൾ, ഇങ്ങനെ ഇവിടെ ആർക്കും കഴിയാത്ത തീരുമാനങ്ങൾ. സാമ്പത്തിക സംഭരണം എന്ന് പറയുന്നത് സമൂഹത്തിന് ഇന്ന് യാഥാർത്ഥ്യമാക്കുന്ന തരത്തിൽ, എന്നാൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ അത് നടപ്പാക്കിയതിൻ്റെതടക്കമുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. അല്ല, രാധാകൃഷ്ണൻ, ഇപ്പൊ നിങ്ങളുടെ ഒരു പരിവർത്തന യാത്ര നടക്കുന്നുണ്ടല്ലോ, അതിന് ചില പ്രസംഗങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, അതിൽ മഹാഭൂരിപക്ഷവും പറഞ്ഞു കേട്ടത് മുഴുവൻ ശബരിമലയും പിന്നെ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ എന്താ പറയുന്നത് വ്യോമാക്രമണത്തിൻ്റെയും കാര്യങ്ങൾ മാത്രമാണ് പ്രസംഗിക്കുന്നത്. അല്ലാതെ നോട്ട് നിരോധനം കൊണ്ട് നമുക്കുണ്ടായ നേട്ടത്തിൻ്റെ കണക്ക് ആത്മാഭിമാനത്തോടെ പ്രസംഗവേദിയിൽ പറയുന്ന ഏതെങ്കിലും BJP നേതാവിനെ കണ്ടില്ല ഈ പരിവർത്തന യാത്രയിൽ. ഇനി അങ്ങോട്ട് പറയുമോ എന്നറിയില്ല. അല്ല, പറയുന്നത് എന്താണ്, അച്ചടിച്ചു കൊടുക്കുന്നത് എന്താണ്, പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നത് എന്താണ്, ഇതൊക്കെ നിശ്ചയിക്കാനുള്ള കൃത്യമായ സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും, ജനങ്ങളോട് പറയുന്നുണ്ടാവും. പിന്നെ കേരളത്തെ, ശബരിമല എന്ന് പറയുന്നത് കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിശ്വാസികളെ കൃത്യമായി ബാധിച്ചിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ആ വിഷയം അത് സംസാരിച്ചാൽ പ്രസക്തമാവുന്ന പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും ആ വിഷയം ഉന്നയിക്കപ്പെടും. ആ വിഷയം ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ആ വിഷയം വലിയ പ്രസക്തിയൊന്നുമുള്ള വിഷയമല്ല. നമുക്കറിയാം, അങ്ങനെ ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് ഉന്നയിക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ അതത് പ്രദേശത്ത് ഉന്നയിക്കും. പൊതുവായി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, കാരണം ഇത് പാർലമെൻറ്റ് ഇലക്ഷനാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിലല്ല, ദേശീയ പ്രശ്നങ്ങളുടെ പേരിൽ തന്നെയാണ്. അപ്പോൾ ആ ദേശീയമായിട്ട്, അന്തർദേശീയമായിട്ട് വെല്ലുവിളികൾ നേരിടുമ്പോൾ, പാകിസ്ഥാൻ്റെ വെല്ലുവിളി നേരിടുമ്പോൾ ആ വിഷയം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. അതേസമയം ഈ നാട്ടിലെ മുഴുവൻ വിശ്വാസികളെയും ബാധിക്കുന്ന തരത്തിൽ ശബരിമല ഒരു ചെറിയ പക്ഷെ അതിലൊന്നും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുണ്ടല്ലോ, മനുഷ്യന്റെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് ഊന്നലില്ല എന്നതാണ് നിങ്ങളെ കുറിച്ച് റഹീം പറയുന്ന പരാതി. ഇപ്പോൾ ശബരിമല വിഷയം ഉന്നയിക്കും, നിങ്ങൾ ഈ പറയുന്ന എയർ സ്ട്രൈക്ക് ഉന്നയിക്കും, ഇതൊക്കെ ഉന്നയിക്കും, പക്ഷേ മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഊന്നൽ കൊടുക്കുന്നില്ല എന്നാണ്. ഞാൻ പറയാൻ താങ്കളിലേക്ക് ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചുവരെഴുത്ത് കണ്ടു. വിശ്വാസ സംരക്ഷണത്തിന് UDFനെ വിജയിപ്പിക്കുക, NK പ്രേമേന്ദ്രനെ കുറിച്ച് വേണ്ടിയുള്ള ഒരു ചുവരെഴുത്താണ്. നമ്മുടെ കേരളത്തിൽ പൊതുവെ അങ്ങനെ പരസ്യമായൊന്നും ഉപയോഗിക്കാത്ത ഒന്നാണ് ഈ മതത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ട് പിടിക്കൽ. നോക്കൂ, വിശ്വാസ സംരക്ഷണത്തിൽ എന്ന് പറയുമ്പോൾ ഇതൊരു സുപ്രീം കോടതി വിധിയാണ്. നേരത്തെ ഹാരിസ് ബീരാൻ പറഞ്ഞ പോലെ രാജ്യത്ത് നിയമമാക്കപ്പെട്ട ഒന്ന്. അതിന് തിരുത്താൻ UDF വിജയിച്ചത് കൊണ്ടൊന്നും സാധ്യമാകണം എന്നില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കഴിയില്ല, കാരണം അത് ലോ ഓഫ് ദ ലാൻഡായി ഇവിടെ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. പുനഃപരിശോധനയ്ക്കണോ വേണ്ടയോ എന്ന് പോലും കോടതി തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്തും നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സത്യത്തിനൊരു സത്യസന്ധമായ കാര്യമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ഒരു കുറച്ചിൽ തോന്നുന്നില്ലേ ജ്യോതികുമാർ നിങ്ങൾക്ക് ഈ കേരളത്തിൽ? അല്ല, ഒരു ചുവരെഴുത്ത് ആരെഴുതി എങ്ങനെ എഴുതിയെന്ന് വിശദീകരിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് ഏത് മതത്തിൻ്റെ പേരിലായാലും ആ മതത്തിലെ വിശ്വാസികൾ അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളുടെ അടിസ്ഥാനപരമായി ഞങ്ങളതിൽ അങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ നയവും അത് തന്നെയാണ്. വിശ്വാസികൾക്ക്, അത് ഏത് മതത്തിൻ്റേതായാലും ആ വിശ്വാസികൾക്ക് വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഈ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഇവിടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള കേരള സമൂഹത്തെ സംബന്ധിച്ച് ഇതുവരെ കേട്ടുകഴിവില്ലാത്ത, ഇതുവരെ ഒരിക്കലും ചർച്ച ചെയ്യപ്പെട്ടില്ലാത്ത ഒരു വലിയ വിഷയം, അത് ഒരു സമുദായത്തിൻ്റെ വിഷയമായി, ഒരു വിശ്വാസത്തിൻ്റെ വിഷയമായി നമ്മുടെ മുമ്പിൽ കടന്നു വന്നു. ആ വിഷയത്തിനകത്ത് സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ട്, സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ട്, അതിനുശേഷം വന്നിട്ടുള്ള സർക്കാരിൻ്റെ നടപടി, ഞാൻ അതൊക്കെ പറഞ്ഞു. അതെല്ലാം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. ചർച്ച ചെയ്യപ്പെടുന്നതിൽ വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ശബരിമല വിഷയം. അത് ഞങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ള കാര്യത്തിൽ. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ നിങ്ങൾ ഇതൊക്കെ ഉന്നയിക്കുന്നത്. ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ നേരത്തെ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞത് അവർ അയോധ്യ ഉപയോഗിക്കുമെന്നതാണ്. നിങ്ങളുടെ ആ കാര്യത്തിലുള്ള നിലപാടെന്താണ്? അതിലേത് വിശ്വാസ സമൂഹത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ നിലയുറപ്പിക്കുന്നത് എന്ന് ആ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ലല്ലോ. പിന്നെ ഇവിടെ എന്തിനാണ് അത് പറയുന്നത്? വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അവിടെ വളരെ ടാക്ടിക്സാണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ പക്ഷേ അഡമൻ്റായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ അയോധ്യയുടെ കാര്യത്തിൽ ഏത് വിശ്വാസികളുടെ കൂടെയാണ്? മുസ്ലിം സമുദായം പറയുന്നത് അവർക്ക് വലിയ മുറിവേറ്റു, അവരുടെ പള്ളി തകർന്നുവെന്നാണ്. ഹിന്ദു സമുദായത്തിൻ്റെ ഒരു വിഭാഗം പറയുന്നത് അവരുടെ രാമക്ഷേത്രമാണെന്നാണ്. നിങ്ങൾക്ക് ആ കാര്യത്തിലൊരു പൊസിഷൻ എന്താണ്?
അല്ല, അതും ഇതും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അല്ല, വിശ്വാസ അവിടെ സംരക്ഷണമാണല്ലോ ഉണ്ടായതിന് നിങ്ങളുടെ വളരെ പ്രശ്നം. വ്യത്യസ്തമായ വിശ്വാസികൾക്ക് വിഷയമാണ്. മുറിവേറ്റാൽ അത് പ്രധാന വിഷയമാക്കുന്ന പാർട്ടികളാണ് നിങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എല്ലായിടത്തും. ഇതിനേക്കാൾ വലിയ വിഷയമാണ് രാജ്യത്ത് അയോധ്യ. അതെ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അവിടെ കൺസെൻസസിന്റെ ബാധിച്ച് സുപ്രീം കോടതി തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇവിടെ സർക്കാർ പോലും അത് തയ്യാറായില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയെ നിങ്ങൾ സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കുന്നവരാണോ? ശബരിമലയിൽ നിങ്ങൾ സുപ്രീം കോടതി അംഗീകരിക്കുന്നവരല്ല. സുപ്രീം കോടതി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, സുപ്രീം കോടതിയെ പരിഗണിക്കുന്നവരല്ല ഈ വിഷയത്തിൽ നിങ്ങൾ രണ്ടുപേരും. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ നിലപാട് എന്താണെന്നാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അയോധ്യയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോയേക്കരുത്, കാരണം അവരുടെ ചൂണ്ടയിൽ കൊരുക്കാൻ പോവേണ്ടതില്ല എന്ന്. അവിടെ നിങ്ങൾക്ക് മൗനം പാലിക്കാൻ അറിയാം, വിശ്വാസികളെ കുറിച്ച് വലിയ ബോധറേഷനൊന്നുമില്ല. ഇവിടെ വിശ്വാസികളെ എടുക്കുക എന്ന് പറയുമ്പോൾ ഇരട്ടത്താപ്പ് നല്ലോണം പ്രകടമാണ്. അല്ല നിഷാദ്, അതിനകത്ത് അസ്വസ്ഥനാവേണ്ടത് എനിക്ക് പറയാൻ സമ്മതിക്കുന്നേ. നിങ്ങൾ എന്തിനാ അസ്വസ്ഥനാകുന്നേ? നിങ്ങൾ ഇതിനേക്കാൾ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്നതിനാ നിഷാദേ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ശബരിമല വിഷയം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അവിടെ രണ്ട് സാമുദായിക സംഘടനകളുടെ തമ്മിലുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം തമ്മിലുള്ള തർക്കമാണ്. ഇവിടെ അതല്ലല്ലോ. ഇവിടെ ശബരിമലയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു വിശ്വാസത്തിന്മേൽ സുപ്രീം കോടതി ജഡ്ജിമെൻറ്റിൻ്റെ പേരിൽ സർക്കാർ സ്വീകരിച്ച ധൃതി, അവിടെ നടപ്പാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ 2 ദിവസമായാലും അവിടെ ഉത്സവത്തിന് വേണ്ടി ശബരിമല നട തുറന്നിട്ട് എന്തേ അവിടെ ഇത്തരത്തിൽ പറയുന്ന 144 ഇല്ലാത്തത്? എന്തേ ഈ തലയിൽ മുണ്ടിട്ട് ആരെയും കയറ്റാൻ ശ്രമിക്കാത്തത്? എന്തേ സംഘപരിവാർ ശക്തികൾ അവിടെ ആക്രമണത്തെ അഴിച്ചുവിടാത്തത്? അപ്പോൾ അവിടെ ഇതെല്ലാം മനസ്സിലാക്കേണ്ടതില്ലേ? അവിടെയാണ് കോൺഗ്രസിൻ്റെ പ്രസക്തി. കോൺഗ്രസും UDF-ഉം അക്കാര്യത്തിലൊക്കെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. ഇപ്പോൾ എന്തേ അവരത് പറയാത്തത്? ഞങ്ങളവിടെ തടയുമെന്നും ഞങ്ങളവിടെ കയറ്റുമെന്നും പറയാത്തത്? അവിടെയാണ് പ്രശ്നം. ഇലക്ഷൻ അടുത്തപ്പോൾ 2 പേര് സംയമനത്തിൻ്റെ പാതയിലേക്ക് പോയി. ഞങ്ങൾ അന്നും ഇന്നും എടുത്ത നിലപാടാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ കൊടി പിടിക്കാതെ സമരത്തിന് പോയി, ഞങ്ങൾ സമരത്തിലില്ല, ഞങ്ങൾ ഒളിച്ചു നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണെന്നൊക്കെ. ഞങ്ങൾ അന്ന് പറഞ്ഞ വാദമാണ് ശരിയെന്ന് ഇപ്പോഴും വന്നില്ലേ? സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി കേട്ടില്ലേ? സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി കേട്ടതിന് ശേഷം അതിൻ്റെ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്തിരിക്കുകയല്ലേ? അപ്പോൾ ഞങ്ങളെടുത്ത നിലപാട് 100% ശരിയാണെന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടില്ലേ? ഈ വിഷയം ഉന്നയിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന വിഷയമായിരിക്കും, അല്ല നിങ്ങൾക്ക് ഒരുപക്ഷെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, അത് വിടാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അതൊരു പ്രശ്നമാണെന്ന്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ രണ്ടാമത് ഇപ്പോൾ നട തുറന്നപ്പോൾ അവിടെ ഒരു ഡ്രാമയും ഉണ്ടാവാതിരിക്കാനുള്ള സവിശേഷമായ ജാഗ്രത കാണിക്കുകയാണ്. അവർ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായാൽ അത് നിങ്ങളെ ഡിഫൻസിലാക്കുമെന്ന് ഭയം നിങ്ങൾക്കുണ്ട് എന്ന് പറയുകയാണ് ജ്യോതികുമാർ. ഇവിടെ ഒറ്റ കാര്യം കൂടി, അതിനകത്ത് ഒരു കാര്യം കൂടെ ചേർക്കണം. ഇവിടെ റഹീം പറയുന്നത് എന്താ ഭരണഘടനാ സ്ഥാപനമായ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നേരെയൊന്നും നിങ്ങളാരും സംസാരിക്കാൻ പാടില്ല. എന്തേ അത്തരത്തിൽ അദ്ദേഹം നിലവിലുള്ള നിയമത്തെ അദ്ദേഹം കൂടുതൽ വ്യാഖ്യാനിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞല്ലോ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്, മെനഞ്ഞാന്ന് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ശബരിമലയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾ ഇന്നിപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നു. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചർച്ചയാകാം, പക്ഷേ ആ സിമ്പിൾ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല, നിലവിലുള്ള നിയമങ്ങൾ പാലിക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നലെ എന്തുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പത്രസമ്മേളനം നടത്തി അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ തയ്യാറായത്? എന്തുകൊണ്ടേ നിങ്ങൾ അതിനെ ഭയക്കുന്നു? അപ്പം നിങ്ങൾ നടത്തിയ നവോത്ഥാനങ്ങളൊക്കെ ശരിയായിരുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നവോത്ഥാന മൂവ്മെന്റ് എല്ലാം തെറ്റിയെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. ശരി, റഹീം അതിനാണ് ഉത്തരം പറയേണ്ടത്. ഇനിയിപ്പോൾ ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ മുന്നറിയിപ്പെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ വിഷയം ഉന്നയിക്കാൻ തന്നെ തീരുമാനിച്ചാൽ അതൊരു ഫാക്ടറാകും, പ്രധാനപ്പെട്ട ഫാക്ടറാക്കി മാറ്റാൻ, അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയും എന്ന ഭീതി നിങ്ങൾക്കുണ്ടോ? ആദ്യം ഒരു കാര്യം പറയട്ടെ. ശ്രീ ജ്യോതികുമാർ ചമക്കൻ്റെ പറഞ്ഞത് തെറ്റാണ്. ടിക്കറമ്മ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, അവിടുത്തെ ജെൻഡർ ഇഷ്യൂ പറയുന്നതിലല്ല, മറിച്ച് സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യുകയും അത് തെരുവിലേക്ക് വലിച്ചിഴക്കുകയും മതപരമായ ബിംബങ്ങളെ ശബരിമല ഉൾപ്പെടെയുള്ളതിന് ഉപയോഗിക്കുന്നതിനും എതിരാണ്. അത് അപ്പോഴും ഇപ്പോഴും അദ്ദേഹം പറയുന്നത് കൃത്യമാണ്. സുപ്രീം കോടതി കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. 2, അതൊന്ന് ഞാൻ അതവിടെ അവസാനിപ്പിക്കുന്നു. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം നിഷാദ് ചോദിച്ച വളരെ കൃത്യമായൊരു ക്വസ്റ്റ്യനാണിത്. ഞാൻ നിഷാദ് പറഞ്ഞതിനൊന്ന് പൂരിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞു 2 കൂട്ടർ തമ്മിലുള്ള ഡിസ്പ്യൂട്ടാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടതെന്ന്. അല്ല, 1991 തിരഞ്ഞെടുപ്പിലാണ് BJP ഇന്ത്യൻ ലോകസഭയിൽ 100 എന്ന മാന്ത്രിക നമ്പർ 3 നമ്പർ കടക്കുന്നത്. 1980-കളുടെ അവസാനം മുതൽ ഇങ്ങോട്ട് BJP എടുത്ത് പയറ്റിയ രാമജന്മഭൂമി പ്രശ്നത്തെ മാത്രം മുൻനിർത്തിയാണ് BJPക്ക് ആ വോട്ട് ഷെയർ എല്ലാം സമ്പാദിക്കാൻ കഴിഞ്ഞത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമാണ്. അതിൽ ഉടനീളം കോൺഗ്രസ്, ശ്രീ ജ്യോതികുമാർ ചമക്കാല പറഞ്ഞ കറക്റ്റാണ്, വിശ്വാസികൾക്കൊപ്പായിരുന്നു. നിങ്ങൾ പറയുന്ന വിശ്വാസിയാര്? അതാണ് പ്രശ്നം. നിങ്ങൾ പറയുന്ന വിശ്വാസിയാര്? നിങ്ങൾ RSS മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ അജണ്ടയെയാണ് ഹൈന്ദവ വിശ്വാസമായി വ്യാഖ്യാനിക്കുന്നത്. അതാ പ്രശ്നം. നിങ്ങൾ അതിനെ അങ്ങനെ കാണരുത്. ഇപ്പോൾ പറയുന്നു ഒരു കൂട്ടർ എന്ന് ഇദ്ദേഹം പറഞ്ഞേ, അവിടെ RSS ആണ്. രാമജന്മഭൂമി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിൻ്റെ പ്രശ്നമല്ല, RSS മുന്നോട്ട് വെച്ച പൊളിറ്റിക്കൽ അജണ്ടയാണ്.
അധികാരം പിടിച്ചടക്കാൻ മുന്നോട്ട് വെച്ച പൊളിറ്റിക്കൽ അജണ്ട, ആ അജണ്ടയെ ഹിന്ദുവിൻ്റെ പൊതുപ്രശ്നമായി കോൺഗ്രസിനെ പോലൊരു പാർട്ടി വ്യാഖ്യാനിക്കുന്നു. ഒന്ന്. രണ്ട്, ഇന്ത്യയിൽ ഗോവധം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസ്സാണ്, BJP അല്ല. പിന്നീടാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ BJP മാറി കോൺഗ്രസ് വന്നു. അവിടെയും ദേശീയ സുരക്ഷാ നിയമപ്രകാരം കശാപ്പുകാരെ അറസ്റ്റ് ചെയ്യുന്നു. എന്താ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ അവിടെയും വിശ്വാസികൾക്കൊപ്പാണ്. അപ്പോൾ വിശ്വാസി എന്ന് പറയുന്നത് ഈ RSS മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയും അജണ്ടയുമാണ് എന്ന് നിങ്ങൾ കോൺഗ്രസ് കൊണ്ടു നടക്കുമ്പോഴാണ് കോൺഗ്രസും BJPയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒന്നായി പോകുന്നത്. ഇപ്പോൾ ടിക്കാറാം മീണയെ പോലൊരു ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും അപമാനിക്കുകയും ചെയ്തതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ യാതൊരു ദണ്ഡവുമില്ല, ഒരു വിഷമവുമില്ല. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ ജ്യോതികുമാർ ചമക്കൽ ഈ ചർച്ചയിൽ എപ്പോഴെങ്കിലും പറയുന്നില്ല. ഒരു ഘട്ടത്തിൽ ശ്രീ രാധാകൃഷ്ണ മേനോനെ തന്നെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാകുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾ രാഷ്ട്രീയമായ വിഷയങ്ങളിലേക്ക് വരൂ. ഇപ്പോൾ ശ്രീ NK പ്രേമചന്ദ്രൻ്റെ ചുവരെഴുത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒറ്റപ്പെട്ട കാര്യമാണെന്ന്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാപകമായി കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നം ഉൾപ്പെടെ വെച്ച് ഇപ്പോൾ തന്നെ പോസ്റ്റർ, ഈ ടിക്കറമേണ പറയുന്നതിന് മുമ്പാണ് പോസ്റ്റർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ശബരിമലയാണ്. ശബരിമലയെ BJPയേക്കാൾ മുൻപിൽ പോസ്റ്ററിൽ ഔദ്യോഗികമായി കൊണ്ടുവന്നത് അങ്ങനെ ഒരു പ്രചരണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. അത് തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയക്കിടയിൽ, ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ പിടിക്കപ്പെട്ടാൽ അതിനകത്ത് എന്ത് തരത്തിലുള്ള ഇടപെടലാവും ഉണ്ടാവുക? അത് ഇതിൻ്റെ ഒരു സുഗമമായ പോക്കിനെ ആകെ അപകടത്തിലാക്കുമോ? രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ അതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കമ്മീഷൻ അതിനകത്ത് ചെയ്യാനുള്ളത് എന്തായിരിക്കും? എന്തായാലും ഇപ്പോൾ CPIM അടക്കമുള്ള പാർട്ടികൾ ആ കാര്യത്തിൽ നല്ല ജാഗ്രത കാണിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. തെളിവുകൾ സമാഹരിക്കാൻ അവർ ശ്രമിക്കും. അത് കമ്മീഷന് മുൻപിൽ എത്തിയേക്കാം. അങ്ങനെ എത്തിയാൽ എന്താണ് പിന്നെ അതിനകത്ത് ഇമ്മീഡിയറ്റായി നടക്കാനുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിഷാദ, ഈ മതം എന്ന് പറയുന്നതാണ് ഏറ്റവും പെട്ടെന്ന് വിറ്റുപോകുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രചരണ തന്ത്രം. അതുകൊണ്ട് തന്നെയാണ് ഈ മതം പ്രചരണം ആയുധമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമായിട്ട് നിയമം മൂലം മാറ്റിയിരിക്കുന്നത്. ഇപ്പോ ഒരു ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നമ്മുടെ ഡൽഹിയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അവർ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനെതിരായിട്ടുള്ള വ്യോമാക്രമണത്തിന് ശേഷം ഈ നരേന്ദ്രമോദിയുടെ ചിത്രം ഒരു ആർമി കോമ്പാറ്റ് ഫറ്റീഗിലാണ് പല സ്ഥലത്തും ഉത്തരേന്ത്യയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു വികാരം വെച്ചിട്ട് വോട്ട് പിടിക്കാം എന്നുള്ളതാണ്. അത് BJP വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആ വെച്ചിരിക്കുന്ന ഫ്ലെക്സുകൾ എത്രയും പെട്ടെന്ന് മാറ്റണം എന്നുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഇറക്കിയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഇവിടെ ഡൽഹിയിലുള്ള ഒരു BJPയുടെ സിറ്റിംഗ് MLA അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം മറ്റേ വിംഗ് കമാൻഡർ അഭിനന്ദന്റെ ഫോട്ടോയും വെച്ചിട്ടുള്ള എന്തോ ഒരു പ്രചരണ സംഗതി ഇട്ടു. അപ്പോൾ തന്നെ അദ്ദേഹത്തിനുള്ള നോട്ടീസ് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആയിരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറയുന്നത് ഈ ലെവൽ പ്ലേയിങ് ഫീൽഡിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. ആർക്കും അതിനകത്ത് ഒരു വിധത്തിലുള്ള ഒരു അപ്പർ ഹാൻഡ് പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിനകത്ത് എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചില കർശന നിയന്ത്രണങ്ങളെല്ലാം ആവശ്യമുണ്ടാകും എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ വന്നിരിക്കുന്നത്. ഇതിപ്പോ ലംഘിക്കാനാണ് രാഷ്ട്രീയ കക്ഷികൾ എന്ന രീതിയിൽ ഒരു പോളിസി തന്നെ നയം തന്നെ അവർ എടുക്കുകയാണ്. ഇല്ല, ഞങ്ങൾ മതം തന്നെ ഉപയോഗിച്ചിട്ട് ഇത് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു ഇതിനകത്തേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനെതിരെയുള്ള ആക്ഷൻ എടുക്കാം. അത് ആക്ഷൻ എന്തുവരെ പോകുമെന്നുള്ളത് ഇവർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോകുന്നത്. ഒരു പക്ഷേ ഇവരുടെ ഡീരജിസ്ട്രേഷൻ വരെയുള്ള രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡീരജിസ്റ്റർ ചെയ്യാനുള്ള പവർ വരെ, അധികാരം വരെ ഇലക്ഷൻ കമ്മീഷനുള്ളതാണ്. അത് ആ ഒരു രീതിയിലേക്ക് വരെയും പോകാം. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥിയാണ് ഡയറക്റ്റ് ആയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കൃത്യം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയും രാഷ്ട്രീയ പാർട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഈ ജനപ്രാതിനിധ്യ നിയമത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് കൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിസിയും അതുപോലെ മാനിഫെസ്റ്റോയും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ വരാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസും BJPയും ഉദ്ദേശിക്കുന്നതിൽ അവർ വിശ്വാസികൾക്ക് മുൻപിലേക്ക് വെക്കുന്ന യഥാർത്ഥ പ്രശ്നവും വാഗ്ദാനവും എന്താണ് എന്നതുകൂടി നോക്കണമല്ലോ. അതിലേക്ക് വരുന്നതിന് മുൻപ് വേഗം വരാം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ രാധാകൃഷ്ണൻ, നിങ്ങൾ എന്തായാലും ഇവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നം എന്നല്ലേക്ക് ഇതിനെ എടുത്ത് വലിയ വിഷയമാക്കി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പുതുതായി വരാൻ പോകുന്ന സർക്കാർ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് എന്തു പരിഹാരമുണ്ടാക്കുമെന്ന വാഗ്ദാനത്തെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണല്ലോ പ്രചാരണത്തിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുക. ശബരിമല ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവിടുത്തെ സർക്കാർ വിശ്വാസികളെ ദ്രോഹിച്ചുവെന്നോ മറ്റോ ഒക്കെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത്.
എന്താണ് നിങ്ങളുടെ വാഗ്ദാനം ശബരിമലയുടെ കാര്യത്തിൽ? നിങ്ങളുടെ സർക്കാർ വരാൻ പോകുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കുമെന്നാണല്ലോ ചോദ്യം. അല്ലാതെ വെറുതെ നിങ്ങൾ വോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനും ചെയ്യാലോ. നിങ്ങൾ വിശ്വാസികളോട് എന്താണ് പറയാൻ പോകുന്നത് ശബരിമലയുടെ കാര്യത്തിൽ? സുപ്രീം കോടതിയുടെ വിധിയാണിത്, ഈ രാജ്യത്ത് നിയമമാക്കപ്പെട്ട ഒന്ന്. അതിൽ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോകുന്നത്? വാഗ്ദാനം എന്താണ്? അല്ല സാർ, സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. ഞാനടക്കം ഫയൽ ചെയ്ത റിവ്യൂ പെറ്റീഷൻ നിലനിൽക്കുകയാണ്. അതിൽ തീരുമാനം അല്ലല്ല, ഇടക്കാല വിധിയൊന്നുമല്ല ഇവിടെ ഉള്ളത്. വന്നതിന് ശേഷം അത് കൂടുതലൊരു വിധിയാണ്. പക്ഷേ ഒരു പുനഃപരിശോധന ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പരിഗണിക്കണമോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കാൻ പോവുകയാണ്. അന്തിമ വിധി വന്നിട്ടില്ല എന്ന തെറ്റായ പ്രചാരണം താങ്കൾ ഇവിടെ അത് നടത്താൻ ഇവിടെ ഉപയോഗിക്കരുത്. ഒരു വിധി നിയമമാക്കപ്പെട്ട വിധി, അതൊരു ഇടക്കാല ഉത്തരവൊന്നുമല്ല. നിലവിലെ അന്തിമമായ വിധിയാണ്. അത് പരിശോധിക്കണം വീണ്ടും എന്നാണ് ആവശ്യം. അത് കോടതി ആലോചിക്കാൻ പോവുകയാണ്. അത് പരിശോധിക്കണമോ വേണ്ടയോ എന്ന് കൂടി തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതൊരു നിയമമാണ്. ആ നിയമത്തെ നിങ്ങളുടെ സർക്കാർ, അതായത് LDF-നെ ഒഴിവാക്കി നിങ്ങൾ വന്നാൽ അതിൽ എന്ത് പരിഹാരം ഉണ്ടാക്കുമെന്ന വാഗ്ദാനമാണ് കൊടുക്കാൻ പോകുന്നത്? ഇപ്പോൾ നിലവിലുള്ള പുനഃപരിശോധന തന്നെ തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് അനുകൂലമായി വരും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒന്ന്. രണ്ട്, ഈ നാട്ടിലെ ഈശ്വരവിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് ആരാധന നടത്താൻ, ആരാധനാ സ്വാതന്ത്ര്യം നിലനിർത്താൻ, അതിനുള്ള എല്ലാ അവകാശവും നിലനിർത്താൻ ഭാരതീയ ജനതാ പാർട്ടി അവരോടൊപ്പം ഉണ്ടാവും. അതാണ് BJP കൊടുക്കുന്ന വാഗ്ദാനം. വിശ്വാസികൾക്കൊപ്പമാണ് BJP. അതിന് ആരും തർക്കിക്കണ്ട. അത് ക്രിസ്തുമത വിശ്വാസിയായാലും ഇസ്ലാം മതവിശ്വാസിയായാലും ഹിന്ദു മതവിശ്വാസിയായാലും ഈ നാട്ടിലെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും സർക്കാർ സംവിധാനങ്ങൾ അവരോടൊപ്പം ഉണ്ടാവും. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് തീർച്ചയായിട്ടും വിശ്വാസം സംരക്ഷിക്കും. കാരണം വിശ്വാസമാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തന്നെ അടിസ്ഥാനം. അല്ല, ആളുകൾ തിരികെ ചോദിക്കില്ലേ സി രാധാകൃഷ്ണൻ, സർക്കാർ ഇപ്പോൾ നിങ്ങളുടെയാണല്ലോ, നിങ്ങളുടെ സർക്കാരാണ് ഇപ്പോഴും ഉള്ളത്. വിധി വന്നപ്പോഴും നിങ്ങളുടെ സർക്കാരായിരുന്നു. വിശ്വാസം സംരക്ഷിക്കാൻ നിങ്ങൾ ഇനി വരുന്ന സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കില്ലേ? അതിന് ഉത്തരം പറയേണ്ടി വരില്ലേ? അല്ല, ഇപ്പം അങ്ങനെ ഒരു തീരുമാനം ചെയ്യാവുന്ന ഘട്ടമല്ല. കാരണം കോടതി റിവ്യൂ പരിശോധിക്കുന്നു, പരിഗണിക്കുന്നു. അതിൻ്റെ തീരുമാനം വരട്ടെ. അപ്പോൾ ആ തീരുമാനം വരാതെ ഇതിനിടയിൽ കയറി ഒരു ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതൊരു കോടതിയുടെ കാര്യമാണെന്നും സർക്കാരിന് അക്കാര്യത്തിലൊന്നും ചെയ്യാനില്ല എന്നും നിങ്ങൾക്കറിയാം. ഇവിടുത്തെ ഈശ്വരവിശ്വാസികളുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിൽ സത്യമായും വലിയ കഥയൊന്നുമില്ല എന്നും താങ്കൾ അക്കാര്യത്തിൽ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനമുണ്ടോ? അതായത് ഇപ്പോൾ ഞങ്ങൾ വന്നാൽ ഓർഡിനൻസ് കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ ഇത് തിരുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നുള്ള വാഗ്ദാനമുണ്ടോ? അക്കാര്യത്തിൽ സ്പെസിഫിക് ആയ കാര്യം പറഞ്ഞിട്ടാണോ നിങ്ങൾ വോട്ടർമാരെ സമീപിക്കുന്നത്? അതോ വിശ്വാസികളെ LDF ഇങ്ങനെ തല്ലിച്ചതച്ചു, അതുകൊണ്ട് അവർ രോഷം തീർക്കാൻ അവരല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാം, BJPക്കും ചെയ്യാം. നിങ്ങളുടെ അക്കാര്യത്തിലുള്ള വാഗ്ദാനം എന്താണ്? ഞങ്ങളങ്ങനെ ഏതെങ്കിലും അവരല്ലാത്തവർക്ക് വോട്ട് ചെയ്യണം എന്നല്ല ഞങ്ങൾ പറയാൻ പോകുന്നത്. ശരി 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 രാധാകൃഷ്ണൻ, എന്റെ സമയപ്രശ്നമാണ്. ശ്രീ ജ്യോതികുമാർ, നമുക്ക് വേഗം അവസാനിപ്പിക്കാം. അതോ ഞാൻ പറഞ്ഞു വന്നത്, റഹീം പറഞ്ഞത് ദേശീയ തലത്തിലെ ഞങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ചൊക്കെയാണ്. ദേശീയ തലത്തിൽ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനം നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഏറ്റവും അവസാനം നടന്ന അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഞങ്ങൾ പോയത്. ഞങ്ങളവിടെ 3 സ്ഥലത്ത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റഹീം പറയുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസും അല്ല BJP അല്ല മറ്റൊരു ബദലിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം ആലോചിക്കുന്നത്. 543 സീറ്റുണ്ട്. പിന്നെ അവിടെ 272 സീറ്റെങ്കിലും വേണം ജയിക്കാൻ. അവർ മൊത്തം മത്സരിക്കുന്നത് 20 സീറ്റിലാണ്. എന്നിട്ടാണ് അവർ പറയുന്നത് അവർ ദേശീയ തലത്തിൽ ഒരു ബദലായി മാറുമെന്നൊക്കെ. അതായിക്കോട്ടെ, അവരുടെ സംസാരിച്ചല്ലേ പറ്റൂ. കാരണം കേരളത്തിൽ 2-3 സീറ്റ് കിട്ടാൻ ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രമിക്കട്ടെ, ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതയും. പിന്നെ രാധാകൃഷ്ണൻ മേനോൻ പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇനി അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും, ഞങ്ങളപ്പോൾ നോക്കാമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. ഇന്നലെ ശ്രീ കുമ്മനം പറഞ്ഞൊരു വാചകമുണ്ട്. അതിന് മറുപടി പറയേണ്ട റഹീമാണ്. പക്ഷേ അവരുടെ സ്വാഭാവികമായിട്ട് അവരതിനെ യോജിക്കില്ല. കുമ്മനം പറഞ്ഞത്, ഞങ്ങളൊരു ഓർഡിനൻസ് കൊണ്ടുവന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ പാർട്ടി പിന്തുണയ്ക്കുമോ എന്നാണ് ഇന്നലെ ചോദിച്ചത്. നമുക്കറിയാം, അവർ LDF-നെ സംബന്ധിച്ച് അവർ നിലപാടെടുത്തിട്ടുണ്ട്. ആദ്യം മുതൽ ഇത് സ്ത്രീ അവിടെ അവർ നവോത്ഥാന മൂവ്മെൻറ്റും ഒക്കെ നടത്തിയിരിക്കുന്നവരാണ്. അവരൊരിക്കലും പിന്തുണയ്ക്കില്ല. പക്ഷേ ഞങ്ങളൊരു അതിലെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നാൽ
അപ്പോൾ നിങ്ങൾക്ക് ഓർഡിനൻസ് കൊണ്ടുവരാൻ നിയമം അനുശാസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കല്ലേ? എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ കൊണ്ടുവന്നില്ല? നിങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ജ്യോതികുമാർ പലപ്പോഴായി പറയുന്നത്. കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുന്നു. ഇത് കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റാണ്. ഏത് കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റാണെന്നുള്ള വാദമൊക്കെ നമ്മൾ കേട്ടതല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെയുള്ള വിവിധങ്ങളായ വാദമുഖങ്ങൾ കേട്ടതാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഓതന്റിക് ആണെന്ന് സർക്കാർ വിചാരിക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ കുമ്മനത്തെ പോലെ ഒരാൾ ഇങ്ങനെ വാദഗതിയുമായി മുന്നോട്ട് വന്നത് എന്തുകൊണ്ട്? അദ്ദേഹം ചോദിക്കുന്നു ഞങ്ങൾ ഓർഡിനൻസ് കൊണ്ടുവന്നാലോ എന്ന്. കുമ്മനത്തെ പോലെ ആളെന്ന് പറയുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. റഹീം, താങ്കൾക്ക് ഇത് അവസാനിപ്പിക്കാം, വേഗം സമയം കഴിഞ്ഞു. അല്ലാണ്ട് അപ്പോൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് വരെ പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഞങ്ങളുടെ ആവശ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണം. ഓക്കെ ശ്രീ ജ്യോതികുമാർ സമയം. ശ്രീ റഹീം, ഇതൊരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറിയാൽ അതൊരു പ്രശ്നമാകുന്നത് നിങ്ങൾക്കാണോ? അല്ല, ഞങ്ങൾക്കിതിൽ യാതൊരു പ്രശ്നമില്ല. ഞങ്ങളിത് വളരെ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം ജനം ഇത് കാണട്ടെ. ഇവരെന്തിനാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ കുറ്റകൃത്യത്തിന്, പൊളിറ്റിക്കൽ ക്രൈമായിരുന്നു നേരത്തെ, ഇപ്പോഴൊരു തിരഞ്ഞെടുപ്പായതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണ്. നിയമപരമായൊരു തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യത്തിന് BJPക്കൊപ്പം കോൺഗ്രസും നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ചോദിച്ചല്ലോ ശ്രീ നിഷാദ്, രാമജന്മഭൂമി ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ എന്താണ് ആ രാമക്ഷേത്രത്തിൽ നിങ്ങളുടെ നിലപാട്? നിങ്ങൾ ഏത് വിശ്വാസിക്കൊപ്പം? കോൺഗ്രസ് ഡിക്ലെയർ ചെയ്തു, കോൺഗ്രസ് പറഞ്ഞു, കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് തന്നെ ഔദ്യോഗികമായി വിശദീകരിച്ചു, ഞങ്ങൾ വന്നാൽ രാമക്ഷേത്രം പടിമാറി കോൺഗ്രസ് വന്നാൽ. സമയം തിരികെയാണ്. നന്ദി താങ്കളുടെ പ്രതികരണത്തിൽ. ഏതായാലും ഈ കാര്യത്തിൽ കുറ്റകരമായ ഇടപെടലിലേക്കാണോ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നതെങ്കിൽ അത് എത്രത്തോളം സങ്കീർണത തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. അത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. നന്ദി ശ്രീ എ റഹീം, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ രാധാകൃഷ്ണ മേനോൻ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ നിലപാടുകൾ പങ്കുവച്ചതിന്. ഇടവേള സ്പെഷ്യലിസ്റ്റിൽ